സ്റ്റോറി രാഗേന്ദു. പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ VI. അസുരൻ്റെ പാതി. രാത്രിയിൽ കഞ്ഞി അവൾ ആർത്തിയോടെ കുടിച്ചു. പാവം കുടല് പുകഞ്ഞു പോയിട്ടുണ്ടാവും. അവൻ്റെ കയ്യിലിരുന്ന കഞ്ഞി കൂടി അവൾക്കായി കൊടുത്തു. അവൾ ഒന്നും മിണ്ടാതെ അത് വാങ്ങിക്കുടിച്ചു. രാത്രിയിൽ അവൻ്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് കിടക്കുവാണ് അവൾ. അവൻ്റെ കൈകൾ അവളെ മെല്ലെ തലോടുന്നുമുണ്ട്. അമ്മൂട്ടാ, നാളെ ശിവമുതലാളി ഒരു കുഞ്ഞു പണി തന്നിട്ടുണ്ട്. ഏതെങ്കിലും പാവത്തിൻ്റെ കൈയൊടിക്കാനാവും, അല്ലെങ്കിൽ കൊല്ലാൻ, അല്ലേ? ഈർഷ്യയോടെ പറഞ്ഞുകൊണ്ട് അവൾ അവനിൽ നിന്നും അടർന്നു മാറിക്കിടന്നു. അതല്ല മോളെ, ഒരു കൂട്ടരെ ഒഴിപ്പിക്കാനാ. അവർ കാശ് വാങ്ങിയിട്ട് തിരിച്ചു കൊടുത്തില്ല. എൻ്റെ ഏട്ടാ, ഈ പാപമൊക്കെ എവിടെ കൊണ്ടുപോയി കളയും നിങ്ങൾ? അവൻ മറുപടി ഒന്നും കൊടുത്തില്ല. നാളെ ഞാൻ വൈകും. മോള് അപ്പുറത്ത് ശ്രീയേച്ചിയുടെ അടുത്ത് പോയിരിക്കണം, അല്ലേ? അവൻ പറഞ്ഞു തീർക്കും മുന്നേ പറഞ്ഞുകൊണ്ട് അവൾ എന്തൊക്കെയോ അരിശത്തോടെ പിറുപിറുത്തു. അവനൊരു നേർത്ത പുഞ്ചിരിയോടെ അവളെ കെട്ടിപ്പിടിച്ചു. ഇതുപോലെ തന്നെ ശിവൻ്റെ വാക്ക് കേട്ട് കുടിയൊഴിപ്പിച്ചതല്ലേ ആ ശ്രീയേച്ചിനെ? എന്നിട്ട് എന്തായി? ഒരാവശ്യത്തിന് നോക്കിയാൽ അവരേ ഉള്ളൂ. ഇത്രയൊക്കെ ആയിട്ടും ആ ശ്രീയേച്ചി എന്തിനാണാവോ ഏട്ടനെ ഇങ്ങനെ സ്നേഹിക്കണേ? പറഞ്ഞു തീർത്തപ്പോഴേക്കും അടുപ്പിച്ചുള്ള കൂർക്കം വലി കേട്ടു. ഉറങ്ങിയോ? ഓഹ്, ഇങ്ങനൊരു മനുഷ്യൻ! ആ ശ്രീയേച്ചിയുടെ ഒരു തലവിധി. നാളത്തെ ഒഴിപ്പിക്കൽ ഇനി എന്താകുമോ എന്തോ. ആദ്യത്തെ ഒഴിപ്പിക്കലിൽ ഇങ്ങേരെ സ്നേഹിക്കാൻ ഒരു പെണ്ണിനെ കിട്ടി. രണ്ടാമത്തെ ഒഴിപ്പിക്കലിൽ എനിക്ക് സ്നേഹിക്കാനെങ്ങും ആരെങ്കിലും കിട്ടുമാവോ? കേടന്നുറങ്ങടി. അവൻ്റെ അലറൽ കേട്ടതും കൊച്ച് പെട്ടെന്ന് കണ്ണടച്ച് കിടന്നു. അവനറിയാം അമ്മ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ശ്രീയിലായിരിക്കുമെന്ന്. അതാണ് അവൻ ഉറക്കം നടിച്ച് കിടന്നത്. ശ്രീ ശിവമുതലാളിക്ക് വേണ്ടി ഏറ്റെടുത്ത കൊട്ടേഷനിൽ ഒന്നായിരുന്നു ശ്രീയുടെ വീടൊഴിപ്പിക്കൽ. ശ്രീയെ എൻജിനീയറിംഗ് പഠിപ്പിക്കാൻ വേണ്ടി എടുത്തതായിരുന്നു അത്. തിരിച്ചടക്കാൻ കഴിയാതെ വന്നു. ശിവൻ്റെ നിർദ്ദേശപ്രകാരം കൊട്ടേഷൻ ഏറ്റെടുത്തത് വടിവാളാണ്. വടിവാൾ അവരെ അവിടെ നിന്നും കുടിയൊഴിപ്പിച്ചു. വാടകയ്ക്ക് താമസിക്കാൻ കിട്ടിയതോ അവൻ്റെ വീടിൻ്റെ അടുത്തും. ആദ്യമൊക്കെ വെറുപ്പായിരുന്നു. പിന്നെ അവൻ്റെ കുഞ്ഞുപ്പെങ്ങൾക്ക് വേണ്ടി അവൻ പെടുന്ന കഷ്ടപ്പാടുകൾ അറിയേ അവളിൽ ചെറിയൊരു അലിവുണ്ടായി. അമ്മുവുമായി ശ്രീ പെട്ടെന്ന് അടുത്തു. ശ്രീയുടെ അച്ഛനൊരു നെഞ്ചുവേദന വന്നപ്പോൾ മുന്നും പിന്നും നോക്കാതെ സഹായിച്ചതും അവനാണ്. ഒക്കെ അവനോടുള്ള ഇഷ്ടം കൂട്ടി ഒടുക്കം അത് പ്രണയത്തിലേക്ക് വഴിമാറി. വടിവാളിനും ഇതറിയാം. തന്നെ തേടി അലഞ്ഞു നടക്കുന്ന കണ്ണുകളും തന്നെ കാണുമ്പോൾ മറച്ചു പിടിക്കാൻ നോക്കുന്ന നാണവും ആരോരും ഇല്ലാത്ത വഴികളിലൂടെ നടന്നു പോകുമ്പോൾ അപ്രതീക്ഷിതമായി തന്നെ കണ്ട അവളിലൂടെ കടന്നു പോകുന്ന വിറയലും മിന്നിമായുന്ന ഭാവങ്ങളും എന്തിനോ വേണ്ടി പ്രതീക്ഷിക്കുന്ന ഹൃദയമിടിപ്പും അവൾ അറിയാതെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും കാണാത്ത പോൽ നടിച്ചു. അവൻ്റെ ജീവിത സാഹചര്യം തന്നെയായിരുന്നു അതിന് പ്രേരിപ്പിച്ചത്. അമ്മൂട്ടിയെ ഒരു കരയ്ക്കടുപ്പിച്ച് താനും മാന്യമായ ഒരു ജോലി സമ്പാദിച്ച് അവളെ സ്വന്തമാക്കണം എന്ന അവനും ഉള്ളിൽ ആശയുണ്ട്. അമ്മൂട്ടി വളരുംതോറും നെഞ്ചിൽ തീയാണ്. കൂടുതലൊന്നും ഓർക്കാതെ അവളെ ചേർത്ത് പിടിച്ചവൻ കിടന്നു. എന്നാൽ ഉറങ്ങാൻ കഴിഞ്ഞില്ല. പെൺമക്കളുള്ള എല്ലാ അച്ഛനമ്മമാരുടെ ഉള്ളിലും തീയാണ് അവൻ്റെ നെഞ്ചിലും. വൈകിട്ട് സ്കൂൾ വിട്ട് ശ്രീയുടെ ഒപ്പം വീട്ടിലേക്ക് വരികയായിരുന്നു അമ്മു. ശ്രീ ഇപ്പോൾ UP സ്കൂൾ ടീച്ചർ കൂടിയാണ്. അവളുടെ സമ്പാദ്യത്തിലാണ് ആ വീട് മുന്നോട്ട് പോകുന്നത് തന്നെ. നിന്റെ ഏട്ടൻ ഈ തല്ലും പിടിയൊക്കെ എന്ന് നിർത്തും പെണ്ണെ? നടക്കുന്ന വഴിയിൽ ഉള്ളിലെ സംശയം ശ്രീ പുറത്തേക്കെടുത്തു. ഞാൻ പഠിച്ചൊരു നിലയിലെത്തുമ്പോൾ. നീ എപ്പോൾ പഠിച്ചൊരു നിലയിലെത്തും? എത്തുമ്പോൾ എത്തും. ചേച്ചിക്ക് വേറെ ആരെയും സ്നേഹിക്കാൻ കിട്ടിയില്ലേ? മൗനമായിരുന്നു അതിന് മറുപടി. അവർ മുന്നോട്ട് നടന്നു. അവർ നേരെ പോയത് ശ്രീയുടെ വീട്ടിലേക്കാണ്. വൈകിട്ട് ഉമ്മർത്തിരുന്ന് പഠിക്കുമായിരുന്നു അമ്മു. കൂടെ ശ്രീയും ഉണ്ട്. അപ്പോഴാണ് നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ അങ്ങോട്ടേക്ക് വന്നത്. അമ്മു, നിന്റെ ഏട്ടനെ പോലീസ് പിടിച്ചു, അറിഞ്ഞോ? ശ്രീ അത് കേട്ടൊന്നും ഞെട്ടി. പക്ഷേ അമ്മുവിന് യാതൊരു ഭാവമാറ്റവും ഉണ്ടായില്ല. അവൾ വെറുതെ തലയാട്ടി കേട്ടു. കൊക്കെത്ര കോളം കണ്ടതാ. ചേച്ചി, ഞാൻ വീട്ടിൽ പോയി ഇത്തിരി ചൂടുവെള്ളം ഉണ്ടാക്കട്ടെ?
അമ്മു അതും പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് നടന്നു. ദിവസങ്ങൾ അങ്ങനെ വീണ്ടും കടന്നുപോയി. അങ്ങനെ ആ വർഷത്തെ അമ്പലത്തിലെ ഉത്സവം വന്നെത്തി. അതോടെ അമ്പലത്തിൽ അത്യാവശ്യം പണിയും കിട്ടി വടിവാളിന്. അമ്പലത്തിലെ പൂജയ്ക്ക് വേണ്ടി താമരപ്പൂ കൊണ്ടുവരാൻ പൂജാരി അവനെ ഏൽപ്പിച്ചിരുന്നു. അമ്മൂനും ഒരേ വാശിയ, അവൾക്കും ഒത്തിരി താമര വേണമെന്ന്. അങ്ങനെ ഒടുക്ക അവളുടെ വാശിക്ക് മുന്നിൽ അവൻ തോറ്റു. അവളെ കൊട്ടവഞ്ചിയിലിരുത്തി അവൻ പൊയ്കയിലൂടെ നടന്നു നീങ്ങുമായിരുന്നു. പെണ്ണാണെങ്കിൽ കാണാൻ കൊള്ളാവുന്ന ഒരു താമര കാണുമ്പോൾ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് പറപ്പിക്കുവാണ്. അപ്പോഴാണ് അതുവഴി ശ്രീ പോയത്. ചേച്ചി, ദേ നോക്കിയ താമര, ചേച്ചിക്ക് വേണോ? അവൾ ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചതും ശ്രീ ആവേശത്തിൽ തലയാട്ടി. അപ്പോട്ടാ, ദേ ശ്രീയേച്ചിക്കും കൊടുക്ക്. അമ്മ പറഞ്ഞത് കേട്ട് അപ്പു കുറച്ച് താമരകൾ പൊട്ടിച്ച് അവൾക്ക് നൽകി. അത് വാങ്ങാൻ വേണ്ടി ഒരുങ്ങിയതും ഇരുവരുടെയും കൈകൾ തമ്മിൽ കൂട്ടിമുട്ടി. ശ്രീ പിടിവിട്ടതും അത് മുഴുവൻ താഴെ പോയി. അപ്പോൾ അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കിയച്ചും അതെടുത്ത് പൊയ്കയിലെ വെള്ളത്തിൽ കഴുകി അവൾക്ക് നീട്ടി. എന്താടി, നിനക്ക് അപസ്മാരം വല്ലതും ഉണ്ടോ? എന്നെ കാണുമ്പോൾ കിടന്ന് വിറയ്ക്കാൻ. അവൾ ചുമൽ കൂച്ചി അത് വാങ്ങി വേഗം സ്ഥലം വിട്ടു. അവൻ്റെ ചൊടിയിൽ ഒരു ചെറു പുഞ്ചിരി വിരിഞ്ഞു. അവൾ നേരെ പോയതും കുറച്ച് ചെക്കന്മാരുടെ ദേഹത്തിടിച്ചു. നോക്കി നടക്കണ്ടേ മോളെ? അല്ല, മോളേതാ? നിമിഷ നേരം കൊണ്ട് തന്നെ കഴുകന്മാർ അവളെ വട്ടമിട്ടു. കൊള്ളാലോ ചരക്ക് ഡാ. അവൾ കൈ ഉയർത്തിയതും ആ കൈ അവർ തടഞ്ഞു വെച്ചു. കയ്യിൽ പിടിച്ചത് മാത്രമേ അവൻ ഓർമ്മയുള്ളൂ. നോക്കുമ്പോൾ ആരുടെയോ ചവിട്ടുകൊണ്ട് നിലത്ത് കിടക്കുക. പിടഞ്ഞെഴുന്നേറ്റ് ആളെ നോക്കിയതും മുന്നിൽ നിൽക്കുന്ന വടിവാളിനെ കണ്ടവൻ മുഷ്ടി ചുരുട്ടി. വസു, വേണ്ട, ഈ പീറ പെണ്ണിന് വേണ്ടി നമ്മളൊടക്കണ്ട. നമ്മളൊക്കെ ഒരേ കൂട്ടാ. പക്ഷെ ഒരു വ്യത്യാസം ഉണ്ടടാ, ഞാൻ ഒറ്റ തന്തക്ക് ജനിച്ച ആൺകുട്ടിയാ. പിന്നെ അവിടെ പൂര ഇടിയായിരുന്നു. വടിവാളിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്കായില്ല. സ്ത്രീ ഒക്കെയും പ്രണയത്തോടെ നോക്കിക്കണ്ടു. കണ്ണും കാണില്ല, ചെവിയും കേൾക്കില്ല. ഇറങ്ങിയേക്കുക. കണ്ട് തൃപ്തിയായെങ്കിൽ വീട്ടിൽ പോകാൻ നോക്കടി. പിന്നെ സൂപ്പർ ഇടിയായിരുന്നു. അവൾ പറയുന്നത് കേട്ടവൻ മീശ പിരിച്ച് അവളെ നോക്കി. നിന്ന് വെയിൽ കൊള്ളാതെ വീട്ടിൽ പൊടി. കലിയോടെ അവൻ പറഞ്ഞു. അതെ, എന്നെ വെയിൽ കൊള്ളിക്കാതെ ഒന്നിങ്ങ് വരുമോ? ഒരു കയ്യിൽ താമരയും മറുകൈ നെറ്റിയിലും വച്ച് അമ്മ വിളിച്ചു പറഞ്ഞു. അവൻ നാവ് കടിച്ച് അങ്ങോട്ടോടി. ഉത്സവത്തിന് അവൻ പറിച്ചു കൊടുത്ത താമര അവൾ ദേവിക്ക് സമർപ്പിച്ചു. വരാൻ പോകുന്ന വിപത്തുകളൊന്നും അറിയാതെ ആ ഉത്സവം എല്ലാവരും ആഘോഷിച്ചു. അപ്പോട്ടാ, എന്താ അമ്മു? ആ ശിവമുതലാളിയുടെ മോൻ വന്നു എന്ന് കേട്ടല്ലോ. അവരുടെ കൂടെയുള്ള പണി നിർത്തേട്ടാ. അയാൾ ആളത്ര ശരിയല്ല, പ്രത്യേകിച്ച് അയാളുടെ മോൻ മാനവ്. നമ്മൾ എന്തിനാ അതൊക്കെ നോക്കുന്നേ? അവരോരോ ചെറ്റത്തരങ്ങൾ ചെയ്യുമ്പോൾ എൻ്റെ ഏട്ടൻ വേണം അതിന് പകരം കുറ്റേക്കാനും ജയിലിൽ പോകാനും. അതിനെന്താ, അവർ കാശ് തരുന്നുണ്ട്. ഒപ്പം അവർ തന്നെ ജാമ്യത്തിലും എടുക്കും. എന്നാലും ഇല്ല, മോള് വിഷമിക്കണ്ട. രാത്രി ശിവൻ മുതലാളിയുടെ ഫോൺ വന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പു. ഫോൺ വിളി കഴിഞ്ഞ് തിരിഞ്ഞതും പുറത്ത് മാനത്തേക്ക് നോക്കി നിൽക്കുന്ന സ്ത്രീയെ കണ്ടു. ഡേ. അവൻ്റെ വിളിയിൽ അവൾ ഒന്ന് ഞെട്ടിക്കൊണ്ട് അങ്ങോട്ട് നോക്കിയപ്പോൾ അവൻ അടുത്തേക്ക് നടന്നു വരുവാണ്. അവൾ ധാവണിപ്പാവാടയിൽ പിടിമുറുക്കി പരിഭ്രമത്തോടെ നിന്നു. ഈ പാതിരാത്രി നീ ഇവിടെ എന്താടി ചെയ്യുന്നേ? അത് ഞാൻ വെറുതെ നിലാവ്. അവൾ വിക്കി പറഞ്ഞു. പാതിരാത്രി നിലാവ് നോക്കി നിൽക്കാൻ നീ ആരും നിരാശാക്കാമുകയോ? അതുപോലൊക്കെ തന്നെയാണല്ലോ. എവിടുന്നോ കിട്ടിയ ധൈര്യത്തിൽ അവൾ പുലമ്പി. അവൻ അവളെ അടിമുടിയൊന്നും നോക്കി. കൈ രണ്ടും ധാവണിപ്പാവാടയിൽ മുറുക്കിയാണ് നിൽപ്പ്. നിലാവിൻ്റെ പ്രഭ അവളുടെ വെണ്ണക്കൽ മുക്കുത്തിയിൽ തട്ടി അതൊന്നുകൂടെ തിളങ്ങി. നിന്ന് മഞ്ഞുകൊള്ളാതെ കയറി അകത്ത് പൊടി. മനസ്സിൻ്റെ നിയന്ത്രണം തിരികെ പിടിച്ചുകൊണ്ട് അവൻ സൗമ്യമായി പറഞ്ഞു. തലയാട്ടിക്കൊണ്ട് പോവാൻ വേണ്ടി തുനിഞ്ഞതും അടുത്ത് കിടന്ന കല്ലിൽ തട്ടി അവൾ മുന്നോട്ടാഞ്ഞു. നിലത്ത് വീഴും മുന്നേ അപ്പുവിൻ്റെ കൈകൾ അവളെ പൊതിഞ്ഞു പിടിച്ചിരുന്നു. അവൻ്റെ നെഞ്ചിൽ തട്ടിയവൾ നിൽക്കുമ്പോൾ അവൻ തിരിച്ചറിഞ്ഞു തൻ്റെ ഒരു കൈ അവളുടെ നഗ്നമായ ഇടുപ്പിൽ പതിഞ്ഞിരിക്കുവാണെന്ന്.
അവളൊന്ന് ഉയർന്നു പൊങ്ങി. ഹൃദയതാളം തെറ്റി. മിഴികൾ എന്തിനോ വേണ്ടി പിടയ്ക്കുമായിരുന്നു. അപ്പോൾ അവൻ്റെ നിയന്ത്രണത്തിലല്ലായിരുന്നു. ആ മൂക്കുത്തിയിലൊന്ന് ചുണ്ടു ചേർക്കാൻ വല്ലാതെ കൊതിച്ചു പോയി അവൻ. അവൻ്റെ മനസ്സ് കെട്ടുവിട്ട പട്ടം പോലെ പാറി നടന്നു. അവൻ അവളുടെ മൂക്കുത്തിയിലേക്കും അവൾ അവൻ്റെ കണ്ണുകളിലേക്കും നോക്കി നിന്നു. തൻ്റെ നഗ്നമായ ഇടുപ്പിലുള്ള അവൻ്റെ കൈവിരലുകൾ അവളെ പല പല വികാരങ്ങളിൽ കൊണ്ടെത്തിച്ചു. അവളുടെ മൃദുലമായ വയറിൽ നിന്ന് കൈയെടുക്കാൻ അവൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ലായിരുന്നു. അവൻ്റെ നെഞ്ചിൽ നിന്ന് അടർന്നു മാറാൻ അവളും കൊതിച്ചിരുന്നില്ല. അനുസരണയില്ലാതെ അവൻ്റെ കൈകൾ അവളെ ചുറ്റി വരിഞ്ഞു. അവളുടെ മുഖത്ത് മിന്നിമായുന്ന ഭാവങ്ങളിലൂടെ അവൻ മറ്റൊരു ലഹരി അറിയുകയായിരുന്നു. അവരെ തഴുകി തണുത്ത കാറ്റ് കടന്നുപോയി. അവൻ്റെ സാമീപ്യത്തിൽ അവളുടെ ചെന്നിയിലൂടെ വിയർപ്പ് കണങ്ങൾ ഉടലെടുത്തു. അവൻ്റെ കൈകളുടെ ചലനമറിഞ്ഞിട്ടെന്നോണം അവളുടെ ഉള്ളിൽ ഏതോ കോണിൽ മുഴങ്ങിക്കേട്ട ഹൃദയടിപ്പ് ഉച്ചത്തിലായി. ഇതിപ്പോൾ പൊട്ടുമല്ലോ, അവൻ അവളെ കളിയാലെ പറഞ്ഞു. അപ്പോട്ട വീട്, അവൾ വിക്കി വിക്കി പറഞ്ഞു. എങ്ങനെയാടി പെണ്ണെ ഇത്രയും നാളും നീ പ്രണയ ഉള്ളിലൊതുക്കി നടന്ന്? എനിക്കത് പറ്റുന്നില്ലല്ലോ. നീ അടുത്ത് വരുമ്പോൾ നില തെറ്റുമായിരിക്കും. അത് കേട്ട് അവളുടെ കുഞ്ഞു കണ്ണുകളൊന്ന് വിടർന്നു. അപ്പോട്ട അപ്പോൾ എന്നെ ഇഷ്ടമാണോ? അവൾ പ്രതീക്ഷയോടെ ചോദിച്ചു. മറുപടി എന്നോണം അവൻ അവളെ ഒന്ന് ഇറുക്കപ്പുണർന്നു. ശ്രീ! അതൊരലർച്ചയായിരുന്നു. അത് കേട്ട് രണ്ടുപേരും പരസ്പരം വിട്ടുമാറി അങ്ങോട്ടേക്ക് നോക്കി. കലി പൂണ്ടു നിൽക്കുന്ന സ്ത്രീയുടെ അച്ഛനെ കണ്ട് അവർ ഇരുവരും ഞെട്ടി. അയാൾ പാഞ്ഞു വന്ന് അവളുടെ മുഖം അടച്ചൊന്ന് കൊടുത്തു. അസത്തെ, ഇതിനാണോടി നിന്നെ ഞാൻ വളർത്തുന്നത്? അയാൾ അവളെ അവിടെ വച്ച് തന്നെ തല്ലുകയും ഒച്ച വയ്ക്കുകയും ഒക്കെ ചെയ്തു. ഒച്ച കേട്ട് ഓടി വന്ന അമ്മ കാണുന്നത് ശ്രീയെ അടിക്കുന്ന അച്ഛനെയും പിടിച്ചു മാറ്റാൻ നോക്കുന്ന അപ്പുവേട്ടനെയും ശ്രീയുടെ അമ്മയെയാണ്. അമ്മു ഓടി വന്നപ്പോഴേക്കും അയാൾ അവരെ കൂട്ടി അകത്തേക്ക് പോയിരുന്നു. അമ്മു വന്ന അപ്പുവേട്ടനോട് കാര്യം തിരക്കി. അവൻ നടന്നതൊക്കെ പറഞ്ഞതും അമ്മു തലയ്ക്ക് കൈ കൊടുത്തു നിന്നു. ഏട്ടാ, പ്രേമാവുമ്പോൾ ഒന്ന് രണ്ട് തലൊക്കെ കൊണ്ടുവന്ന് വരും. എന്തായാലും ഇതോടെ നിങ്ങളുടെ കാര്യത്തിലൊരു തീരുമാനമായില്ലേ? ഇല്ലെങ്കിൽ നാളെ തന്നെ തീരുമാനമാക്കണം എന്നും പറഞ്ഞവൾ അകത്തേക്ക് പോയി. ഒരു കണക്കിന് അതാ ശരിയെന്ന് അവനും തോന്നി. അടുത്ത ദിവസം അപ്പുവും അമ്മുവും കൂടി ശ്രീയുടെ വീട്ടിലേക്ക് പോയി. അമ്മു കൂളായിട്ട് വീട്ടിലേക്ക് ഓടിക്കയറി. ദിക്ക്! പിന്നാലെ വന്ന അപ്പുവിനോട് ശ്രീയുടെ അച്ഛൻ അകത്തു നിന്നും കൽപ്പിച്ചു. അപ്പു ആണെങ്കിൽ ഒന്നും കേൾക്കാത്ത മട്ടിൽ മുന്നോട്ട് നടന്നു. ആ പടി ചവിട്ടരുത്! അപ്പു അതും കേൾക്കാത്ത പോലെ ആ പടി ചവിട്ടി കയറി. നേരെ ചെന്ന് അയാളെ കെട്ടിപ്പിടിച്ചു. അച്ഛാ, ഒന്ന് ക്ഷമിക്ക്, ഒരു തെറ്റ് പറ്റിപ്പോയി. അതെനിക്ക് തിരുത്തണം. ശ്രീയെ എനിക്കിഷ്ടമാണ്, അതുപോലെ ശ്രീക്ക് എന്നെ. ഞങ്ങളെ പിരിക്കാതിരുന്നൂടെ? ജീവനുള്ളിടത്തോളം കാലം ഞാൻ നോക്കിക്കോളാം, ഒരു കുറവും ഇല്ലാതെ. അയാളിൽ നിന്ന് അടർന്നു മാറി നിറകണ്ണുകളോടെ അവൻ പറഞ്ഞതും അയാൾ സമ്മതം എന്നോണം അവനെ ചേർത്ത് പിടിച്ചു. അവർ ഒന്നിച്ചിരുന്ന് കല്യാണത്തെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്തു. അമ്മുവിൻ്റെ 10ലെ റിസൾട്ട് വന്നിട്ട് മതി കല്യാണം എന്നവർ തീരുമാനിച്ചു. അപ്പോഴേക്കും നിറപുഞ്ചിരിയുമായി ശ്രീ ചായയുമായി വന്നു. അവൻ അവളെ നോക്കി കണ്ണ് ചിമ്മി. തുടരും.